വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വീട്ടിലൊക്കെ എളുപ്പത്തിന് നമുക്ക് വീട്ടിലൊക്കെ ഇൻ്റർലോക്ക് ചെയ്യാൻ പറ്റിയത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. കാരണം ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് വീടിൻ്റെ മുറ്റത്തൊക്കെ നല്ല ചളിപ്പിലേക്കാരം. അപ്പോൾ മുറ്റനെ കാണാൻ ഒരു വൃത്തിയില്ലാതേക്കാരം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, കുറച്ച് ബെറ്ററായിട്ട് വീട്ടിൽ തന്നെ എങ്ങനെ ഇൻ്റർലോക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളൊരു വീഡിയോയിലുള്ളത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ എംസാൻ, ഇത് മെറ്റൽ, പിന്നെ വേണ്ടത് സിമെൻറ്റ് ഏത് തരായാലും നമുക്ക് കുഴപ്പമില്ല. പിന്നെ മെയിനായിട്ട് ഓയിൽ വേണം, പിന്നെ വെള്ളം, പിന്നെ മെയിനായിട്ട് വേണ്ട സാധനമാണ് ഇത് നമുക്ക് പറഞ്ഞാൽ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി കേട്ടോ. കാരണം ഈ കമ്പി പറഞ്ഞാൽ ഒരു 1.5 മീറ്റർ 2 മീറ്റർ വാങ്ങിയിട്ട് നമുക്ക് എത്രയാണ് അളവ് വേണ്ടത് വിചാരിച്ചാൽ ആ അളവിനനുസരിച്ച് കട്ട് ചെയ്തിട്ട് ബെൽഡ് ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് ഇനി പ്രയാസം, നിങ്ങൾ ഇൻഡസ്ട്രിയലിൻ്റെ കമ്പി വാങ്ങിയിട്ട് എടുത്ത് ഏതെങ്കിലും ബെൽഡിങ് ഷോപ്പ് ഉണ്ടാവും, അവിടെ പോയൊരു 100 റുപ്യൊക്കെ കൊടുത്താൽ ഇത് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആകെ ഇത് ഉണ്ടാക്കാൻ വേണ്ടി വന്നത് ഒരു 200 റുപ്യ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ അളവ് പറഞ്ഞാൽ 20 ആണ് ഞാൻ എടുത്ത സൈസ്. പിന്നെ വേണ്ടത് ഒരു പേപ്പർ ഏതായാലും മതി. പേപ്പർ ഇല്ലാന്നെങ്കിൽ ഇതേമാതിരി എന്തെങ്കിലും ഷീറ്റ് ഉണ്ടെങ്കിലും ഓക്കെ. നിരപ്പായിട്ടുള്ളൊരു സ്ഥലം വേണേ നമ്മളിത് ഉണ്ടാക്കാൻ. എന്നിട്ട് വേണം നമ്മളിത് ഫസ്റ്റ് വെക്കാൻ. അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, മിക്സ് ഒന്ന് ചെയ്യാം. പിന്നെ ഞാനിവിടെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്, അതിൽ മെറ്റലുണ്ട്. ഈ മെറ്റലിൽ നമ്മളെന്ത് ചെയ്യാം, എംസാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. 2 കപ്പ് മെറ്റൽ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഞാൻ കുറച്ച് എംസാൻ ഇടാം. അപ്പോൾ നല്ലപോലെ എംസാനൊക്കെ ഇട്ട് നല്ല മിക്സ് ചെയ്യാം കേട്ടോ. നമുക്ക് ഇനി നിങ്ങളെ വീട്ടിൽ ഈ പൊട്ടിയ കമ്പി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. ഇടയിലിട ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളത് ഫിൽഡ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, കുറച്ചൊരു ടൈറ്റും ഉറപ്പും കിട്ടും. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് സിമെൻ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. ഇത് മിക്സ് ചെയ്യാൻ കുറച്ച് പാടേക്കാണ് കേട്ടോ. കാരണം എന്താണ്, എല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു 8-10 എണ്ണമൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിന് ഞാനൊരു പറഞ്ഞുതരാം. അതായത് നമുക്ക് ഇനി വേറെ ഇതേമാതിരി ഓരോന്ന് ഉണ്ടാക്കാൻ പ്രയാസമാണെങ്കിൽ എളുപ്പത്തിനൊരു പണി എന്താ വെച്ചാൽ, നമ്മളെ കമ്പിൻ്റെ കോണില്ലേ, ഇതേമാതിരി കോണി കിട്ടും. അതിന് ഇതേമാതിരി വീതിയാണ്, റൗണ്ട് ടൈപ്പുള്ള പറ്റില്ല. ഇതേമാതിരി നല്ല വീതി, ഇതിനും കുറച്ച് വീതി ഉണ്ടായാലും ബെറ്ററാണ്. ഇതേ അളവിലുള്ള വീതിയാണെങ്കിൽ ഓക്കെ. അതെന്ത് ചെയ്യുക, വീടാധികം നല്ലപോലെ നിരത്തി ലെവലാക്കി വെച്ചതിന് ശേഷം നേരെ കടത്തി വെക്കുക. എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് ഓരോന്നിലും ഓരോ കള്ളിയിൽ കൊണ്ടുപോയി ഫില്ല് ചെയ്ത് വരുന്ന ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, സ്റ്റെയർ ഒന്ന് എടുത്ത് ഒഴിവാക്കുക. അപ്പം നമുക്ക് എന്താ എളുപ്പത്തിൽ തന്നെ വീട്ടിന് മുന്നേ ഇതേമാതിരി ഓരോന്ന് ഉണ്ടാക്കാൻ പ്രയാസമാണെങ്കിലാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എളുപ്പമാണ്, എന്നാൽ നമുക്കിപ്പോൾ അത്ര ഇതില്ലാത്തതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഓരോന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൊടുക്കാം. കടയിൽ നിന്നൊക്കെ ഓരോ ഇൻ്റർലോക്കൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല പ്രൈസാണ്. അപ്പോൾ അതിനും ബെറ്ററായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കാവുന്നതാണ്. ചുരുങ്ങിയ ചിലവ് വരുള്ളൂ. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ പ്രയാസമാണ് ഒറ്റ ഉണ്ടാക്കാൻ പിന്നെ ബംഗാളിനെ വിളിച്ചാൽ മതി. അവരാകുമ്പോൾ എന്താ വെച്ചാൽ അവർ കുഴക്കണേൽ നല്ല ഇതുള്ള ആൾക്കാരാണ്. അവരെന്നെ വേഗം കുഴച്ചാൽ നമുക്ക് ഈ സാധനങ്ങൾ വീട്ടിൽ തന്നെ വാങ്ങിയാണ്ട് അവർക്കാകാൻ ഒരു ദിവസത്തിന് 1000 റുപ്യ കൂലി 1000 റുപ്യ 800 റുപ്യൊക്കെ കൂലി വരുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെ വാങ്ങിയാണ്ട് അവരോട് ചെയ്യിപ്പിച്ചണോ അതും ബെറ്ററാണ്. കാരണം എന്നാൽ ഈ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഇതേമാതിരി അവരോട് തന്നെ ഉണ്ടാക്കിപ്പിക്കാം. അപ്പോൾ സാധനത്തിൻ്റെ പൈസ മാത്രമേ വരുള്ളൂ, ഓരോ കൂലി. എന്നാൽ ഇതിടും നമ്മളിത് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റായിട്ടൊക്കെ ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഗ്ലൗസ് ഇടാൻ നോക്കുക കേട്ടോ. പിന്നെ ഗ്ലൗസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ എനിക്കത് അത്ര ഇതായിട്ട് തോന്നിയില്ല. അതേമാതിരി കുറച്ച് ലൂസാവണം കേട്ടോ. എപ്പോഴും നോക്കുമ്പോൾ ഇതണ്ട ഈ ലൂസിൽ കിട്ടണം, അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാം, ആ കറക്റ്റ് ഇതായിട്ട് കിട്ടുള്ളൂ. ഏകദേശം നല്ല മിക്സ് ആയിട്ടുണ്ട്. നമ്മളിത് മാറ്റി വെച്ചിട്ട് ആദ്യം എന്ത് ചെയ്യാം, നമ്മൾ ഈ കമ്പിമ്മേൽ കുറച്ച് ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കുക. നമ്മളെ വീട്ടിൽ മറ്റേ ചിക്കൻ പൊരിച്ച എണ്ണയൊക്കെ ഉണ്ടാവില്ലേ, ഓയിൽ, ചിക്കൻ പൊരിച്ച എണ്ണ, അതുപോലെ തന്നെ ഒഴിവാക്കി വേസ്റ്റ് ഓയിലൊക്കെ ഉണ്ടെങ്കിൽ, ഇനി അതും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ എടുക്കുക. എല്ലാന്നുണ്ടെങ്കിൽ മട്ടില്ലേ നമ്മൾ തേങ്ങൻ്റെ ഒക്കെ, അതൊക്കെ എടുത്താണ്ട് ചെയ്യുക കേട്ടോ. നല്ലോണം ചിറ്റോടിട്ട് തേച്ച് കൊടുക്കുക.
അങ്ങനെ തേച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ പരന്നൊരു സ്ഥലത്ത് ആദ്യം പേപ്പർ വിരിച്ച് അതിൻ്റെ മേലെ വെക്കാം. അപ്പോൾ കറക്റ്റായിട്ടാണ്, കണ്ടോ, ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ വീടിൻ്റെ മുറ്റത്തൊക്കെ വണ്ടി കയറുന്നതൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി തിക്കായിട്ടുള്ള, അതായത് കുറച്ചും കൂടി നീളമേറിയ കമ്പി വെച്ചാണ് ഉണ്ടാക്കുക കേട്ടോ. അതാണ് കുറച്ചും കൂടി ബെറ്റർ. പക്ഷേ ഈ കമ്പിയുള്ള ഐറ്റംസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇടണമെന്ന് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇതെന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഒരു കമ്പി ഉള്ളതിൻ്റെ അപ്പക്കപ്പളം എടുക്കരുത്. ഒന്ന് സെറ്റാകാൻ വേണ്ടി ഒരു 10-15 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കുക. എടുത്തതിന് ശേഷം ഒരു ദിവസം മൊത്തം വെച്ചതിന് ശേഷം പിറ്റേന്ന് ഒരാഴ്ചത്തേക്ക് നമ്മൾ വെള്ളത്തിലൊന്ന് പുതർത്തി വെക്കണം. നല്ലതാട്ടോ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. കാരണം ഇപ്പം എന്താ വെച്ചാൽ വെള്ളത്തിൽ പുതർത്തും തോറും നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടും ചെയ്യും. ഇനി നിങ്ങൾ അഥവാ ഈ മെറ്റൽ ഇറക്കുകയാണ്, മെറ്റൽ പറഞ്ഞാൽ ഇതാണ് ഈ കല്ല് പോലത്തെ കല്ലിൻ്റെ ചെറുത്, കരിങ്കല്ലിൻ്റെ ചെറുത്. ഇത് ഇറക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ചെറിയത് ഇറക്കണതാണ് കേട്ടോ നല്ലത്. ഈ കാരണം എന്താ വെച്ചാൽ ഇതിന് വേണ്ടത് ചെറിയ മെറ്റലാണ്. പിന്നെ ഇത് പറഞ്ഞാൽ വാർപ്പിന് ഉപയോഗിക്കുന്ന മെറ്റലാട്ടോ. അപ്പോൾ ബെറ്റർ ഏതായാലും ചെറുത് വെക്കണം. ഇനി അഥവാ ഇത് ഞാൻ എന്താ വെച്ചാൽ നമ്മളെ വീടിൻ്റെ വാർപ്പ് കഴിഞ്ഞപ്പോൾ അതിൽ ബാലൻസ് ഉള്ളതുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചാണ്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് തന്നെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ചെറുതുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ചെറുതാണ് കേട്ടോ. നല്ലപോലെ ടൈറ്റാക്കി കൊടുക്കണേ. കുത്തി കൊടുത്താൽ ഞാൻ ഉള്ളിക്കൊക്കാണ് ഇറങ്ങിയാണ്ട് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. കാരണം കല്ല് പൊന്തിക്കാൻ പാടില്ല. ഏകദേശം നമുക്കൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളൊന്ന് വെള്ളം എടുത്ത് നോക്കാം.